Hi, hello everyone. Welcome to Ensign's Art of Cooking. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി മൺസൂൺ സ്പെഷ്യൽ കോൺ ബജിയ ആണ്. ബാരിഷ് ഓർ ബജിയ. ഇതിൻ്റെ കോമ്പിനേഷൻ വളരെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. എന്നാൽ നമ്മൾക്ക് ഇനി ആ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ബജിയായ്ക്ക് വേണ്ടിയുള്ള കോൺ ഞാൻ കട്ട് ചെയ്യുക എടുക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് ഇത് ഞാനൊരു നൈഫ് വെച്ചാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അടത്തി എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ഫ്രഷ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ വെക്കണം, പിന്നെ മിക്സിയിലിടുമ്പോൾ ഒത്തിരി അരഞ്ഞു പോകരുത്. നന്നായിട്ടിങ്ങനെ അലകായിട്ട് കിടക്കുക. ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്ററി വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം. ഏത് ആണ് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം. ഞാൻ ഏതായാലും ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരട്ടെ. അപ്പം നമുക്ക് കോൺ ബജിയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ അരിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കോണ്. ഒരു ബൗൾ നിറച്ചുണ്ട്. 2 കോണാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 വലിയ കോണ്. അതിന് 2 കപ്പ് ബേസൻ്റെ ഫ്ലോർ 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, കുറച്ച് ഉപ്പ്, പിന്നെ ഗ്രീൻ ചില്ലി, ചോപ്ഡ് ഗ്രീൻ ചില്ലി, ചോപ്ഡ് ഒനിയൻ, ചോപ്ഡ് ജിഞ്ചർ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതെനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. 2 മീഡിയം സൈസ് ഒനിയനാണ്. ഒനിയൻ ഇച്ചിരി കൂടുതൽ വേണം. 2 കപ്പ് ഫ്ലവറും പിന്നെ ഉപ്പും കൂടെ ഞാൻ സോൾട്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു ശകലം പിന്നെ ഈ ഗരം മസാല ഒരു ശകലം, നമ്മുടെ ഒരു ടീസ്പൂണ് ഗരം മസാല ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലയും വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഗരം മസാലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാറ്ററിന് വെള്ളമൊഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അധികം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ആവത്തില്ല. അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നമുക്കിനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോപ്ഡ് ഗ്രീൻ ചില്ലി, ചോപ്ഡ് ഒനിയൻ, ചോപ്ഡ് ജിഞ്ചർ, ഇനി നമുക്കിത് ആഡ് ചെയ്യാം. ആവശ്യത്തിന് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇത് കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നോക്കി ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയാൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവനും എടുത്തിട്ടില്ല, 2 എണ്ണം പകുതി ഇരിപ്പുണ്ട്. ബാക്കി കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് വേണ്ട. അതുകൊണ്ടാണ് ഞാനൊരു ശകലം ചില്ലി പൗഡർ ഇടുന്നുണ്ട്, 1/2 ടീസ്പൂണ്. അതുപോലെ 1/2 ടീസ്പൂണ് ഈ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും ഹൽദിയും ഇടുന്നുണ്ട്. ഒരു കളർ കിട്ടും അന്നേരം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് സോൾട്ടൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനിയും
ഞാൻ കൈ കൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ ഇതിനകത്തോട്ട് ഇടുകയാണ്. എണ്ണ ഞാൻ ചൂടാക്കാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, പറയാൻ മറന്നുപോയി. ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ കുറേശ്ശെ കോരിയിട്ട് കൊടുക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കോൺ മാത്രം മതി, ബാക്കിയൊക്കെ വീട്ടിൽ കാണും. നമ്മുടെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. അറ്റ് എ ടൈം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നോക്കാൻ പ്രയാസമായിരിക്കും. കുറേശ്ശെ ഇട്ടാൽ മതി. മൂത്തത് നമുക്ക് എടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടണം, നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ കോൺ ബജിയ എല്ലാം റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഞാനത് എടുക്കട്ടെ. സോ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. മഴയത്ത് ബജിയ കോണിൻ്റെ അമേരിക്കൻ കോണേ എടുക്കാവും, നാടൻ ദേശീയ എടുക്കരുത്, അത് വേവാൻ വളരെ പാടായിരിക്കും. അപ്പം ഞാൻ അടുത്തതും കൂടെ ഇടുകയാണ്. അപ്പം നമ്മുടെ മൺസൂൺ സ്പെഷ്യൽ കോൺ ബജിയ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂടോടെ ഇത് കഴിക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സോസ്, കൊറിയാണ്ടർ ചട്നി, ഗ്രീൻ ചട്നി ഉണ്ട്, ഇത് കൂട്ടി നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് മഴയത്ത് ഉണ്ടാക്കാൻ മറക്കരുത്, ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.